ഒരുപാട് ആർജേസിന്റെ വോയിസ് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത് എന്താ ഇവരൊന്നും ഡബിങ്ങിന് വരാത്തത്. ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര. എനിക്ക് മാത്രമല്ല, ഈ നമ്മുടെ ആർജയും ഫീൽഡിലുള്ള ആരോട് ചോദിച്ചാലും അവർക്കൊക്കെ താല്പര്യമാണ്. ആണോ? പക്ഷെ പഠിക്കണം എന്നുണ്ട്. എവിടെ ചെന്ന് പഠിക്കും? അങ്ങനെയൊക്കെ ഉള്ളത് തപ്പി നടക്കാനുള്ള ഒരു ചെറിയ പ്രയാസം എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ പറയട്ടെ, ഈ ഒരിക്കലും നമുക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. അതെ, നമ്മളുടെ ഉള്ളില് നമ്മള് ബേസിക്കലി ഒരു കലാകാരനാണെങ്കിൽ നമുക്കത് വന്നോളും. തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി വന്നോളും. ഈ ഇപ്പോ ഒരു RJ ആയിട്ട് അവിടെ നിന്ന് സംസാരിക്കാൻ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ ഒരു ഡബ്ബിംഗ് തിയേറ്റർ വന്ന് മോഡുലേഷൻ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാവും. അതെ മാം, ആ ഒരു പറഞ്ഞു തരാൻ ഒരാള്, ഒരു വ്യക്തി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നാൽ അതിനിപ്പോ ഒരു സ്കൂളിൽ പോകണം എന്നൊന്നുമില്ല. സ്കൂളിൽ പോകുന്ന ആക്ച്വലി എന്ന് വെച്ചാൽ ഇതിന്റെ ബേസിക്സ് അറിയാന്നുള്ളത് മാത്രം. ലിപ് മൂവ്മെന്റ് എന്താണെന്നും എന്ന് മാത്രമേ, ലിപ് മൂവ്മെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ സ്കൂളിൽ പോവാം. അല്ലാതെ മോഡുലേഷൻ നമ്മൾ ചെയ്ത് ഇപ്പൊ ഇത്രയും 5 വർഷം കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു RJ ആയിട്ട്. അപ്പൊ അത് അങ്ങനെ പഠിക്കുന്നതാണ്. അപ്പോ തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പുതിയ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് പേര് വരണം, ഡിഫറെന്റ് വോയിസ് വരണം. ഇപ്പൊ പാട്ടുകാരനെ എത്രമാത്രം പാട്ടുകാരുണ്ട് ഇപ്പൊ, അല്ലെ? ഡിഫറെന്റ് സിംഗേഴ്സ് ഉണ്ട് ഇപ്പൊ, അല്ലെ? പണ്ടൊക്കെ പെട്ടെന്ന് അറിയാൻ പോലും പറ്റില്ല ഇത് ആരാ പാടിയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ചിത്രേച്ചി പാടി, ഇത് ചിത്രേച്ചിയുടെ പാട്ട്, ഇത് സുജാതേച്ചിയുടെ പാട്ട്, തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതാരാണ്. പിന്നെ അത് സെർച്ച് ചെയ്യേണ്ടി വരും. ഇത് ഇന്നാളാ പാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നാൾ ടിവിയിൽ നമ്മൾ 10 പ്രാവശ്യം കാണുമ്പോഴായിരിക്കും ഇന്നാളാണെന്ന് ഇത് ഈ പാട്ട് പാടിയെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരുപാട് ഫ്രഷേഴ്സ് പാട്ടില് വരുന്നുണ്ട്, ഒരുപാട് സിനിമയിലൊക്കെ. പക്ഷെ ഡബിങ് നമ്മളെയൊക്കെ സംബന്ധിച്ച്, RJസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രീം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സ്വപ്നം, പുതിയ തീർച്ചയായിട്ടും ആരോട് ചോദിച്ചാൽ അതേ പറയുള്ളൂ. കാരണം ഒരു ഡബ് ചെയ്തു എന്ന് പണ്ടത്തെ മാമിന്റെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളായാലും ഇന്റർവ്യൂസിലൊക്കെ ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ള കണ്ടിട്ടുള്ളതാണ്. അപ്പം പണ്ടൊക്കെ ആയിരുന്നു ഈ ഡബിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് ഡബ് ചെയ്തിട്ടുണ്ടോ, ഏത് സിനിമയിൽ ഏതിനാണ് ചെയ്തത്? ചെറിയൊരു ഡോക്യുമെന്ററിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അംഗീകാരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പൊ ഉള്ളത്. എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുള്ള പലരും അങ്ങനെയാണ് പറയാറുള്ളത്. ആണോ? ശരിക്കും കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ, വലിയ സന്തോഷം. അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ, ഒരുപാട് മാറ്റമുണ്ട്. ഈ ഒരു മാറ്റം വരാനായിട്ട് ഒരുപാട് ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. ഒരുപാട് മാം, ഒരുപാട് മാറിയിട്ടുണ്ട്. മാമിനെ പോലുള്ളവരുടെ ആ ഒരു ഇത് തന്നെയാണ്, ആ ഒരു ഇതിലുള്ളൊരു ഈ പ്രൊഫഷനിൽ കാണിച്ച ആ ഒരു സിൻസിയറിറ്റി തന്നെയാണ് ഇത്തരത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു മുൻഗണന കൊടുക്കാനുള്ള ഒരൊറ്റ കാരണം. ഈ മജീഷ്യൻസിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടും? തീർച്ചയായിട്ടും ഉണ്ടോ? ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നു. ഈ ഗവൺമെന്റ് ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്. ആദ്യം പറഞ്ഞല്ലോ മേഡം, അതായത് ആന്റി ടൊബാക്കോ, ആന്റി ടെററിസം, പിന്നെ എയ്ഡ്സിനെതിരെ അങ്ങനത്തെ പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടാറുണ്ട്. അപ്പൊ മാജിക്കിലൂടെ അത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ തെരുവില് പോയി എങ്ങനെ? തെരുവില് ഒരുപാട് ചെയ്യുന്നു. അതിന് ഗവൺമെന്റ് ആണോ പേയ്മെന്റ്? ഗവൺമെന്റ് പേ ചെയ്യാറുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. നല്ല പേയ്മെന്റ് തന്നെ തരും. നല്ല പേയ്മെന്റ് തന്നെ തരും നമുക്ക്. അതിനൊന്നും ഒരു കുറവും വരുത്താറില്ല. കാരണം നമുക്ക് ട്രാവൽ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ് എല്ലാവരും നോക്കിക്കോളും. നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ജനങ്ങളാണ് അതിന് വേണ്ട രീതിയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ ഈ വില്ലേജിൽ പോകുമ്പോ നേരെ മറിച്ചായിരിക്കും. തീർച്ചയായും നേരെ ഡിഫറെന്റ് ആണത്. കുറച്ചും കൂടി അവർക്ക് നമ്മൾ പറഞ്ഞ ഇപ്പൊ നമ്മള് മീഡിയ പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ ഈ നമ്മളെ പായൊക്കെ എടുത്തോണ്ടാ ഉത്സവപ്പറമ്പിലേക്ക് പോകാറെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്നൊന്നും ജനങ്ങൾ നമ്മൾ സിറ്റിയിൽ നോക്കുമ്പോൾ 1000 ചെയർ ഉണ്ടെങ്കിൽ അതിൽ 30-40 പേര് ചില സ്റ്റേജുകളിൽ കാണാറുള്ളൂ. എങ്കിലും നമുക്ക് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്തേ പറ്റൂ. ആള് കുറവായതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഒഴിഞ്ഞ ചെയറിനൊക്കെ നോക്കി ചെയ്യുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. പക്ഷെ നേരെ വില്ലേജിലേക്ക് പോകുമ്പോൾ നേരെ മറിച്ചാണ്, ഭയങ്കര ജനമായിരിക്കും. കുട്ടികൾ ഏതിന്റെയൊക്കെ പുറത്തൊക്കെ നിന്നായിരിക്കും അതൊക്കെ ഭയങ്കര സന്തോഷം. നമുക്ക് ജനങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. പരിപാടി ഇതിനേക്കാൾ ഒന്നും കൂടി വിജയിപ്പിക്കണം, ഭയങ്കര കൈയടി നമുക്ക് അവിടെ നിന്ന് നേടണം എന്നുള്ള ആഗ്രഹങ്ങളായിരിക്കും ആ സമയത്ത് നമുക്ക് ഉണ്ടാവുക. ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരു ക്ലാപ്സ് പോലും കിട്ടില്ല പലപ്പോഴും. ചില ആൾക്കാർ ഈ 2 കൈയും ക്ലാപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് പോക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കും. 2 സൈഡും നോക്കും. അവൻ എന്തായാലും കൈയടിക്കുന്നില്ല, ഞാൻ തന്നെ കൈയടിക്കണേ. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൈയടിക്കും, അയാൾ പറയാം ഇങ്ങനെ കൈയടിക്കും മേഡം. ഇതൊരു സങ്കടമാണ്. നമ്മൾ ഇത്രയും അത് ശരിക്കും ക്രൗഡ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഏതെങ്കിലും വലിയ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലാറ്റിന്റെ ഇനോഗ്രേഷൻ അതിനൊക്കെ പോയി ഷോ ചെയ്യുമ്പോഴത്തേക്കാണ്
അതൊക്കെ അവര് തന്നെ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അവര് VVIPs ആണ്, സോ ഞങ്ങൾ വലുതായിട്ട് ക്ലാപ്പ് ചെയ്യും. അപ്പൊ ഞാനൊക്കെയാണ് കമ്പയറിംഗ് ചെയ്യുന്നതെങ്കിൽ മാം തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നവർക്ക് കുറച്ച് അവരെ ഞാൻ അതിലോട്ട് ട്രാക്കിലോട്ട് എടുക്കും. അവസാനം അവരെ കൊണ്ട് ഞാൻ കൈ എടുപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരുന്നു അല്ലേ, എന്നിട്ടാണ് നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. അത്ര ഇതായിട്ട് നമ്മൾ ചെയ്തോളൂ. പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കൂടെ ഇരിക്കുന്നവർ ചെയ്യത്തില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനു ചെയ്യണം എന്നുള്ളൊരു അത് സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ 10 പേര് ചിന്തിച്ചാൽ ആ ഷോ വളരെ സൈലന്റ് ആയിട്ടും കൊള്ളാതെ പോവാൻ വളരെ എളുപ്പമല്ലേ. എപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ടോ? എന്തിനാണ് ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ ഈ ആളുകളുടെ ഭാഗത്ത് പിന്നെ അവരെ എന്റർടൈൻമെന്റ് ചെയ്യാനല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഏതൊരു കലാകാരന്റെ വിജയം, അതുകൊണ്ട് ദയവ് ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എങ്കിലും ചില ആൾക്കാർ വീണ്ടും അവൻ പറഞ്ഞ പിന്നെ ഞാൻ കൈയടിക്കണം, പിന്നെ ഞാൻ അടിച്ചു തന്നെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു പാട്ട് പാടൂ. ആ പാടും. കാരണം മോളും ഞാനും ഒക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. പക്ഷെ രാവിലെ കഴിച്ചപ്പോൾ ശബ്ദം ശരിയാവും. പ്രാക്ടീസ് തുടങ്ങിയതാണ്, ഷൂട്ടിന് വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി നിരാശപ്പെടുത്തുന്നില്ല, അറിഞ്ഞില്ല ഒരുപാട് അല്ല പ്രാക്ടീസ് ചെയ്യാൻ കാര്യം വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല മാം, ഒരു ടച്ചും ഇല്ലാതിരിക്കുക. ഇപ്പം റേഡിയോ തന്നെ എനിക്ക് പാടേണ്ടി വരുന്നില്ലല്ലോ. പണ്ട് ആദ്യം തുടക്ക സമയത്ത് ഞങ്ങൾ 1 മണിക്കൂർ ചേഞ്ച് ചെയ്തുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. 1 മണിക്കൂർ ഒരു പ്രോഗ്രാം, അടുത്ത മണിക്കൂർ. അപ്പം ഒരു 4-5 ഷോ ടോട്ടൽ എല്ലാം നമ്മൾ ചെയ്യും. എങ്കിലും കൂടുതലും മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നേരമൊക്കെ പാടുമായിരുന്നു, ഒരുപാട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ പെൺപട്ടണമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലേഡി ഷോയിൽ അത് പാട്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് അത് തുടത്തു പോലും ഇല്ല. പിന്നെ വല്ലപ്പോഴും പോലെ പാട്ടിനെങ്ങാനും പോയാലായി ചെയ്യുന്നല്ലാതെ ടച്ച് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തത് മാത്രം. പക്ഷെ ഇന്ന് രാവിലെ ജാമ്യം എടുക്കാണ്, ശബ്ദം ശരിയില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. മോൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അവൾ ഇത് തന്നെ പാടണം അമ്മാന്ന് പറഞ്ഞോണ്ട് പാടുകയാണ്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയാണിയമ്മ, കാൽത്തളയിൽ കൈവളകൾ കിലുകിലി നീ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ, പിച്ച പിച്ച വയ്ക്കും കൺമണി എന്മിഴി തന്നിലെ കൃഷ്ണമണി നീ. സോറി, നന്നായിട്ട് പാടിയോ? ആ കൈയടിക്ക്. ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ? ആ തീർച്ചയായിട്ടും. ഞാൻ ഒരു RJ വഴി അറിഞ്ഞ കാര്യമാണ്, ഈ RJs ഇങ്ങനെ, അതായത് പുറത്തൊക്കെ ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ അവിടുത്തെ സ്റ്റാർസ് ആണ് RJs. അതെ തീർച്ചയായിട്ടും. അതിൽ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു എന്ന് പോലും പുറത്ത് പറയാതിരിക്കുന്ന RJs ഒക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ അവരുടെ ആദ്യമായിട്ടാണോ റിവീൽ ചെയ്യുന്നത്? സുമ മാരീഡ് എന്ന് പലർക്കും അറിയില്ല. അല്ല, എന്റെ കോളേഴ്സിനൊക്കെ അറിയാം, പക്ഷെ അല്ലാതെ ഞാൻ എനിക്കായിട്ട് പറയേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇന്ന് രാവിലെ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ മോൾ ഇങ്ങനെ ആയിരുന്നു രാവിലെ എന്നൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് മനോട്ടൻ കൂടെ എന്നോട് ചോദിക്കുകയും ചെയ്യും, നീ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അല്ലാതെ എന്റെ പേഴ്സണൽ എന്നെ വിളിക്കുന്ന കോളേഴ്സിനൊക്കെ അറിയാം, അവർ വിളിച്ചാലും മനോട്ടന്റെ കാര്യം. കാരണം മറ്റുള്ളവരെ വിളിക്കുമല്ലോ, ബാക്കിയുള്ളവരെ വിളിക്കുമല്ലോ. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് ഹസ്ബൻഡ് മോളും ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിലെനിക്ക് നാണക്കേടൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പക്ഷെ പലരും റിവീൽ ചെയ്യാറില്ല. പല ആർട്ടിസ്റ്റും ഫീമെയിൽ ആർട്ടിസ്റ്റും അങ്ങനെ അവരായിട്ട് പറയാറില്ല. എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അറിഞ്ഞോട്ടെ എന്നുള്ളതല്ലാതെ അവര് പറയാറില്ല. പക്ഷെ അങ്ങോട്ട് പോകുന്നവർ അതെ, ഇപ്പം ശരിക്കും ദുബായിലൊക്കെ ഉള്ളവർ RJs ഒക്കെ ആണെങ്കിൽ അവർ സ്റ്റാർ ആവുന്നത് ശരിക്കും മാരീഡ് അല്ലാത്ത ലൈഫിലായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ആരാധകർ കൂടുതൽ. അതുകൊണ്ട് തന്നെ പലരും അങ്ങനെയാണ് മാം. ഹസ്ബൻഡ് ഉണ്ട് എന്ന് പറയുമ്പോ ആരാധന കുറയൂല്ലേ? മിക്കവാറും കുറയും. ഹസ്ബൻഡ് ഉണ്ട്, ഇത് കല്യാണം കഴിഞ്ഞ കുട്ടിയില്ലേ. അല്ലെ, നമ്മളെല്ലാം മാജിക് ഷോയിലും ഒക്കെ അവസാനം ഞങ്ങൾ മനോട്ടം തന്നെ റിവീൽ ചെയ്തത് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ച് ഇതെന്റെ ഭാര്യയാണ്, മോളുണ്ടെങ്കിൽ മോളും ഇതെന്റെ മോളാണ്. അവള് ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കും, ഡാൻസ് ഒക്കെ കളിക്കാൻ കയറും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരിത് ഒളിച്ചു വെക്കലൊന്നുമില്ല. പറയാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പറയും, അത്രേ ഉള്ളൂ. ഈ ഒറ്റയ്ക്ക് പോയി മാജിക് ചെയ്തിട്ട് ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഫേസ്ബുക്ക് ഒക്കെ വന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ എന്തുമാത്രം നമുക്ക് ആരാധനയുണ്ട് അറിയുന്നത്. ആരാധകരുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് തന്നെ ഈ ഫേസ്ബുക്ക് വന്ന സമയത്താണ്. ഒരു RJ ഭാഷ ശരിയാക്കിയത് കണ്ടോ? അതെ, ആരാധനയല്ല ആരാധകർ. റേഡിയോ ജോക്കിയുടെ കർത്തവ്യമാണ്, അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ വളരെ സന്തോഷം
മനു, സുമി, താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇത്രയും വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി മാമിനോടൊപ്പം ഒരു വലിയ ഭാഗ്യം. താങ്ക് യു മാഡം. താങ്ക് യു.